ഇനിയിപ്പോൾ ഈ ഫ്ലോർ വൃത്തിയാക്കുക, ആ കേടുവന്ന തീ പിടിച്ച മെഷീൻ മാറ്റുക, അത്രമാത്രമല്ലേ ഉള്ളൂ. അരുൺകുമാർ, അത്ര മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് ആളുകളെ മുഴുവൻ മാറ്റി. അപകട അവസ്ഥ പൂർണ്ണമായും കഴിഞ്ഞു. പുക കുറച്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അത് മാത്രമാണ് ഒരു പ്രശ്നം. പക്ഷേ അത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല. രോഗികളെല്ലാം സേഫായി മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അവിടെ നിന്ന് ക്ലീൻ ചെയ്യണം. കുറച്ച് ഉപകരണങ്ങൾ ഈ തീപിടുത്തമുണ്ടായ ഐസിയുവിൻ്റെ ഭാഗത്ത് കിടപ്പുണ്ട്. ആ ഉപകരണങ്ങൾ അവിടെ മാറ്റണം. പക്ഷേ അവിടെ തീയില്ലാത്തത് കൊണ്ട്, അവിടെ ഉപകരണങ്ങൾ കിടക്കുന്നത് കൊണ്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അങ്ങനെ ആശങ്കപ്പെടേണ്ട കാര്യങ്ങളോ ഇല്ല. ഓക്സിജനോ മറ്റോ അല്ല തീപിടുത്തം, അങ്ങനെയുമല്ല. അതുകൊണ്ട് ആ തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. മൊത്തത്തിൽ പറഞ്ഞാൽ ഇവിടെ ഇപ്പോഴെല്ലാം നിയന്ത്രണ വിധേയമാണ്. ഏറ്റവും വലിയ ആശ്വാസം ഈ ICUവിലാണ്. ഇത്ര ആളുകൾ കിടക്കുന്ന ഒരു സ്ഥലമാണ്. എന്നിട്ട് പോലും കൃത്യമായ ഇടപെടലുകൾ ആ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എല്ലാവരെയും മാറ്റാൻ പറ്റിയിട്ടുണ്ട്. ചില ഡോക്ടർമാരോട് സംസാരിക്കുമ്പോൾ ഈ തീപിടുത്തം ഉണ്ടായതുകൊണ്ട് ഒരു അപകടവും ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനകത്ത് ഉണ്ടായിരുന്ന ആളുകൾ ICUവിൽ കിടക്കുന്ന അത്ര ഗുരുതരമായ ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ അതിനകത്തുണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഇവർ ആശങ്കയായി പറയുന്നത്. അതല്ലാതെ ഈ തീപിടുത്തം കൊണ്ട് ഒരു പ്രശ്നവും ഒരാൾക്കും ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരിക്കൽ കൂടി പ്രേക്ഷകർക്ക് ഒരു 9 മണി കഴിഞ്ഞ സമയത്ത് മെഡിക്കൽ കോളേജിലെ സർജിക്കൽ ICU യൂണിറ്റിലെ ഒരു വെന്റിലേറ്ററിലാണ് തീപിടുത്തം ഉണ്ടാവുന്നത്. ആ വെന്റിലേറ്ററിൽ നിന്ന് പവർ കണക്ട് ചെയ്യുന്ന പവർ പ്ലഗിന്റെ ആ സോക്കറ്റിന്റെ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായതെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ആ തീപിടുത്തം ഉണ്ടാവുന്ന സമയത്ത് തന്നെ ഇത് ശ്രദ്ധയിൽപ്പെട്ടുന്നു. വളരെ പെട്ടെന്ന് നഴ്സുമാർ ആ വെന്റിലേറ്റർ ഓഫ് ആക്കുന്നു. അതിനുശേഷം അവിടെ പുകപടലം നിറയുന്നു. അവിടെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് ബാക്കിയുള്ള തീയും നിയന്ത്രണ വിധേയമാക്കുന്നു. അത് മറ്റേതെങ്കിലും കട്ടിലേക്ക് പടരുകയോ ആരുടെയെങ്കിലും വസ്ത്രത്തിലേക്ക് പടരുകയോ അവിടെയുള്ള കട്ടറിലേക്ക് പടരുകയോ ഒന്നും ചെയ്തതായിട്ട് നിലവിൽ ദൃക്സാക്ഷികൾ പറയുന്നില്ല. ഒരു ഉപകരണത്തിൽ മാത്രമാണ് തീ പിടിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. തീ പൂർണ്ണമായും അപ്പോൾ തന്നെ കെടുത്തി. അപ്പോൾ തന്നെ രോഗികളെ 33 രോഗികൾ ഈ സർജിക്കൽ ICU യൂണിറ്റിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഡോക്ടർമാർ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. അവരെ എല്ലാവരെയും അവിടെ നിന്ന് മറ്റൊരു ICU യൂണിറ്റിലേക്ക് മാറ്റി വളരെ സേഫായിട്ട് എത്തിച്ചിട്ടുണ്ട്. ഇനി ആ തീപിടിച്ച വെന്റിലേറ്റർ ഉപകരണം മാറ്റുക മാത്രമേ വേണ്ടൂ. അത്ര മാത്രമേ അവിടെ ഉള്ളൂ ഇപ്പോഴത്തെ പ്രശ്നം. മറ്റൊരു പ്രശ്നവുമില്ല. ബാക്കി പാനിക് ആവേണ്ട സാഹചര്യവുമില്ല എന്നുള്ളതാണ്. ഷോർട്ട് സർക്യൂട്ടാണ് സ്വാഭാവികമായി ഉണ്ടാകാൻ സാധ്യതയുള്ളതുമാണ് ഇത്തരം ആശുപത്രി സംവിധാനങ്ങളിൽ. എന്തായാലും അത് വലിയൊരു തീപിടുത്തമായി മാറിയിട്ടില്ല. വേറെ എങ്ങും ആർക്കും ഒരു പരിക്കും ഇതുവരെ ഏറ്റിട്ടില്ല. നമുക്കിപ്പം റോഷിപാൽ കൂടി ചേരുന്നുണ്ട്. റിപ്പോർട്ടർമാരുടെ എല്ലാ റിപ്പോർട്ടർമാരും, തിരുവനന്തപുരത്തെ ഞങ്ങളുടെ റിപ്പോർട്ടർമാരെല്ലാവരും അവിടെ എത്തിച്ചേർന്നിരുന്നു. ഒരു ആശങ്കയും വേണ്ട സാഹചര്യമില്ല. റാഹീസും പ്രതീഷും സുനിഷയും റോഷിപാലും അരുൺ സോളമനും എല്ലാവരും ഉദ്യോഗസ്ഥന്മാരുമായിട്ടും ഒക്കെ സംസാരിച്ചു. ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്ന സാഹചര്യം ഇപ്പോൾ അവിടെ ഇല്ല. ചെറിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടായി. അത് ഇപ്പോൾ പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. റോഷിപാൽ, എല്ലാം നിയന്ത്രണ വിധേയമാണ്. അവിടെ ഇനിയിപ്പോൾ ആ മെഷീൻ മാത്രം റീപ്ലേസ് ചെയ്യുക. പിന്നീട് അത് വീണ്ടും ഒരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ക്ലിയറൻസ് കിട്ടി തിരിച്ച് ICU പ്രവർത്തിപ്പിക്കാനുള്ള ശ്രമം നോക്കുക. അത്രമാത്രം നടന്നാൽ മതി. ഇതുമൂലം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാം നിയന്ത്രണ വിധേയമല്ലേ റോഷിപാൽ? അരുൺകുമാർ, എല്ലാം നിയന്ത്രണ വിധേയമാണ്. കാരണം അപ്പോൾ തന്നെ ഫയർഫോഴ്സ് ടീം എത്തി. മാത്രവുമല്ല ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ സഹകരിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തിയത്. കാരണം രോഗികൾക്ക് അപകടമുണ്ടാകുന്ന തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടില്ല എന്നതാണ് അതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. മാത്രമല്ല അപ്പോൾ തന്നെ രോഗികൾ അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തു. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ ഇപ്പോൾ പരിശോധിക്കുകയാണ്. കാരണം ICUവിലായതുകൊണ്ട് തന്നെ അവരുടെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നു. ഇതിൽ അപകടങ്ങൾ ഒഴിവായി എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം ആ മെഷീന് മാത്രമാണ് തീപിടുത്തമുണ്ടായത്. അത് മറ്റൊരിടത്തേക്ക് തീ പടരുന്നത് തടയാൻ സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാരെല്ലാം കഴിഞ്ഞ് മടങ്ങുന്നുണ്ട്. റീജിയണൽ ഫയർ ഓഫീസർ ഉൾപ്പെടെ എവിടെയുണ്ട്. അവർ കാര്യങ്ങളെല്ലാം നിയന്ത്രണ വിധേയമാണ് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇനി പരിശോധനകൾ നടക്കേണ്ടതുണ്ട്. എന്താണ് ഈ തീപിടുത്തത്തിന്റെ കാരണമടക്കം പരിശോധിക്കണം. ഇപ്പോൾ റീജിയണൽ ഫയർ ഓഫീസർ അബ്ദുൾ റഷീദ്, എന്താണ് തീപിടുത്തത്തിന്റെ കാരണം? പ്രാഥമിക കണ്ടെത്തൽ എന്താണ്? ഓക്കെ, നമ്മൾ ആ പ്രതികരണം തിരഞ്ഞെടുത്തതാണ് റോഷി. 2 തവണ പ്രതികരണം വന്നു കഴിഞ്ഞു. ഇവിടെ റിപ്പോർട്ടർമാരെല്ലാവരും അവിടെ എത്തിയിരുന്നു. ഇപ്പോൾ ആശങ്ക വേണ്ട സാഹചര്യമില്ല.